ഹലോ, എല്ലാവർക്കും ഫുഡ് വേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഓട്സ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഓട്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ചൂടായ പാനിൽ നമുക്ക് ജസ്റ്റ് ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊന്ന് പൊടിച്ചെടുക്കും. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് റവയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കായപ്പൊടി, അധികമൊന്നുമില്ലൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇനി ഞാൻ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം ഞാനൊരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നേരത്തെ പൊടിച്ചു വെച്ച ഓട്സും റവയും ഒക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/2 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പുളിയില്ലാത്ത തൈരാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ആ വെജിറ്റബിളിൻ്റെ കൂട്ടും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇനി ഞാൻ വെള്ളം ചേർത്തിട്ട് ഇഡ്ഡലി ബാറ്റർ ആക്കാൻ പോവാണ്. ഞാൻ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, ചൂടുവെള്ളമൊന്നുമില്ല, നോർമലായിട്ടുള്ള വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് ഒരു ഇഡ്ഡലി ബാറ്റർ ആക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാൻ ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാണ്. ഇനി ഇത് നമുക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇഡ്ഡലി തട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ജസ്റ്റ് എണ്ണ വെച്ച് ഞാൻ എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്യാണ്. അപ്പം ഇഡ്ഡലിയൊന്നും ഇതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇഡ്ഡലി ബാറ്ററിലോട്ട് 15 മിനിറ്റിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രൂട്ട് സോൾട്ടും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ബാറ്റർ ഇഡ്ഡലി തയ്യാറാക്കാൻ പോകുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ. അത് നമുക്ക് അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ഇഡ്ഡലി തട്ടിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേവുന്ന ടൈം അതനുസരിച്ചിട്ട്. ഞാൻ 15 മിനിറ്റിന് ശേഷം ഇത് പുറത്തെടുത്ത് ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടാണ് ഇതുപോലെ ഞാൻ ഇഡ്ഡലി വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ചൂടോടെ മാറ്റുമ്പോൾ ചിലപ്പം ഇത് വിട്ട് വരാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടൊരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇഡ്ഡലി സ്കൂപ്പ് ചെയ്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് സാധാരണ ചട്നീൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും
ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.